ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിജയുടെ കരിയറിലെ തന്നെ കരിയർ ബെസ്റ്റായിരുന്ന ഗില്ലി മൂവി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2004 ഈ പടം റിലീസ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 2024 20 വർഷമായി. അപ്പോൾ 20 വർഷത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള എല്ലാ തിയേറ്റേഴ്സിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, നമുക്ക് ഈസി ആയിട്ട് പോയി പടം കാണാം. അപ്പോൾ ഈ റിലീസ് ചെയ്തപ്പോഴത്തേന് എനിക്ക് ഈ പടം കണ്ടപ്പം കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് 2004 ഈ ഒരു പടം ഇറങ്ങിയപ്പോൾ ഒരു തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായ ഒരു ഓളം ഉണ്ടല്ലോ, ആ ഒരു ഓളം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചാനലുകളിലും അതും ഇതിലും ഒക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഓരോ ക്ലിപ്പിങ്സും നമ്മുടെ ഈ മൂവീസ് എല്ലാം നമ്മൾ കണ്ട് ഇതിൻ്റെ ഡയലോഗ്സ് തന്നെ ഇപ്പം പ്രകാശ് രാജിൻ്റെ ഇപ്പം ചെല്ലോ എന്നൊക്കെ പറയുന്നൊരു വിളിയൊക്കെ തന്നെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ തന്നെ. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് അന്ന് മിസ്സായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് വീണ്ടും കിട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര എൻജോയബിൾ ആയിട്ട് ഇപ്പം ഞാൻ കണ്ട തിയേറ്ററിൽ തന്നെ ഇപ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഇറങ്ങിയ ഒരു റിലീസ് പടത്തിൻ്റെ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചുരുക്കം കണ്ടുള്ളൂ, വളരെ ചുരുക്കം കണ്ടുള്ളൂ. ഇപ്പോഴാണ് ഈ ഒരു റിലീസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ തന്നെ ഇപ്പം വന്നത്. ഇപ്പം സ്ഫടികം എന്ന് പറയുന്ന പടം റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു റിലീസ് വരുമ്പോഴത്തേനും അതിനുണ്ടായ ഒരു ഓളം ഉണ്ടല്ലോ, സ്ഫടികത്തിന് നമുക്ക് കിട്ടി. അതിനെ വെല്ലുന്ന തരത്തിലാണ് ഇപ്പം തലപതി വിജയുടെ ഈ ഒരു ഗില്ലി എന്ന് പറയുന്ന പടത്തിൻ്റെ റിലീസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ റിലീസ് ചെയ്യാൻ കാണിച്ചത് ഇവരുടെ നൈസ്, ഇവരുടെ എന്താ പറയുക, ആ ഒരു 20 years സെലിബ്രേഷന് കൊടുക്കുന്ന ഒരു കറക്റ്റ് ഒരു സംഭവമാണ്. പടത്തിന് ആ അണിയറ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്നുള്ള രീതിക്കാണ് ഈ ഒരു റിലീസിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ പോയ തിയേറ്ററിൽ തന്നെ ജസ്റ്റ് ഇപ്പോൾ ഫാമിലി വരുന്നുണ്ട്, കപ്പിൾസ് വരുന്നുണ്ട്, അത് മാത്രമല്ല സ്റ്റുഡൻസ് എല്ലാവരും വരുന്നുണ്ട്. ഫുൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടം എന്നുള്ള രീതിക്ക് ഇത്രയും പെർട്ടിക്കുലറായിട്ട് കാണുന്നൊരു പടം അല്ല ഇത്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അടിപൊളിയായിട്ടൊരു പടം തന്നെയാണ് ഗില്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ കഥ നമുക്കറിയാം, ആരൊക്കെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്നറിയാം. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി അറിയാമെങ്കിൽ പോലും നമുക്ക് വീണ്ടും പോയി കാണാം. നമുക്കതാണ് ഇതൊരു പുതിയ പടമല്ല. ഇതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് തന്നെ ഒരു റിവ്യൂ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ പടം എങ്ങനെയാണ്, ഇതിൻ്റെ അടുത്ത സീൻ നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിൻ്റെ കൊറിയോഗ്രാഫി, ഇതെല്ലാം നമുക്ക് പുതിയൊരു പടമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എല്ലാം നമുക്കറിയാം എങ്ങനെയാണ് അടുത്ത സീൻ വരുന്നത്, ഏതൊക്കെ പാട്ടുകളാണ് നമ്മളെ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്നത്, ആ ഒരു സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം നമുക്കറിയാം. ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ സ്റ്റോറി അറിയാം, ഇതിൻ്റെ സ്റ്റോറിനെ എല്ലാം നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു വൈബ് ഉണ്ടല്ലോ. ഇപ്പം തലപതി വിജയ നമുക്ക് കാണുമ്പോഴത്തേനും വിജയ് ഫാൻസിൻ്റെ ഒക്കെ ഒരു ഓളം ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിലെല്ലാം ഒരു വിജയ് ഫാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിജയ് ഫാനിനെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പടം തന്നെയാണ് ഇപ്പം ഗില്ലി എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്തിനു പോയി കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു പണ്ട് കണ്ടൊരു പടം, നിങ്ങൾക്ക് പണ്ട് മിസ്സായ ഒരു പടം. ഇപ്പോൾ 2004 അപ്പോൾ അന്ന് പലരും ഇപ്പം ഈ വീഡിയോ കാണുന്ന പലരും അന്ന് ഉണ്ടായ പോലും കാണില്ല. 2004 ഈ പടം റിലീസായത്. ഇപ്പോൾ 2024 ഇപ്പോൾ 20 വർഷമായി. 20 വർഷമായിട്ടും നമ്മളിപ്പോഴും ആ പടത്തിന് വേണ്ടി ഇത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പടത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഒരു സംശയവുമില്ല. ഇപ്പം പണ്ട് എങ്ങനെയാണോ ഇതൊരു തമിഴ്നാട്ടിൽ വൈബായത്, ഇതിൻ്റെ ഒറിജിനൽ ഒരു വേർഷനേക്കാളും എന്തുകൊണ്ടും, ഇപ്പം മഹേഷ് ബാബു ചെയ്ത ഇതിൻ്റെ ഒറിജിനൽ വേർഷനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു ഗില്ലി എന്ന് പറയുന്നത് നമ്മുടെ തലപതി വിജയ് ചെയ്തത്. അവരുടെ ആ എഫേർട്ടിന് കൊടുക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പടത്തിന് ആൾ വന്ന് കീറുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പടത്തിൻ്റെ ഒരു തിക്കും തിരക്കും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പടം എത്രത്തോളം നമ്മുടെ ആളുകൾക്ക് ഇഷ്ടമാണ്, എത്രത്തോളം ആളുകൾ ഇതിപ്പോഴും ഇത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. എന്തുപോയാലും ഈ ഒരു പടം നിങ്ങൾ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ, എല്ലാ തിയേറ്റേഴ്സിലും അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ തിയേറ്റേഴ്സിലും ഇത് കിട്ടും. ബുക്ക് ചെയ്യാൻ പോയി കാണുക, ഒന്നും നോക്കാനല്ല. അടിപൊളി ഒരു റിലീസ്, ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പാട്ടുകളൊക്കെ വരുവാണെങ്കിൽ അപ്പിടിപ്പോടൊക്കെ വരുമ്പോഴത്തേന് തിയേറ്ററൊക്കെ ഇങ്ങനെ നിന്ന് കുലുങ്ങുകയാണ്. പിള്ളേരൊക്കെ പോയി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ. ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റും. ഈ ഒരു അവധിക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം അവർക്ക് പലർക്കും പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ 2004 അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് പലർക്കും ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗില്ലി എന്ന് പറയുന്ന ഈ ഒരു റിലീസ്. അപ്പോൾ എന്ത് പോയാലും നിങ്ങൾ ഈ പടം പോയി കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു റിലീസ് നിങ്ങളെ ഒരിക്കലും ആ ഒരു നിരാശരാക്കില്ല. ഒരിക്കലും ഈ പടം ഒരാളെ നിരാശരാക്കില്ല. കാര്യം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എല്ലാം അങ്ങനെയാണ്. നമുക്കിതെല്ലാം അറിയാം, നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാം, ഇതിൻ്റെ സ്റ്റോറി അറിയാം, എങ്ങനെയാണ് അടുത്ത സീൻ എങ്ങനെയാണെന്ന് എല്ലാം നമുക്കറിയാം. പക്ഷേ അത് പ്രതീക്ഷിച്ചിരുന്ന് കാണുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് ഈ പടം കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നമ്മുടെ മോളിവുഡിൽ തന്നെ പല പടങ്ങൾ ഇങ്ങനെ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു റിലീസും കൂടെ കയറി വരുമ്പോൾ അതിനൊരിക്കലും അതിൻ്റെ ഒരു വാല്യൂ കുറയുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക് കേരളത്തിലുള്ളവർക്ക് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുപോയാലും ഈ പടം നിങ്ങൾ എന്തുപോയാലും റിലീസ് ഒരിക്കലും മിസ്സാക്കാതെ
തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.